ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു അക്കൗണ്ടൻസിലെ അഡ്മിഷൻ ചാപ്റ്ററിലെ ഇല്ലസ്ട്രേഷൻ 25, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ഇല്ലസ്ട്രേഷൻ 25, നമുക്ക് ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ: ഗിവൺ ബിലോ ഇസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ഹു ആർ ക്യാരിയിങ് ഓൺ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആസ് ഓൺ March 31, 2017. എ ആൻഡ് ബി ഷെയർ പ്രോഫിറ്റ്സ് ഇൻ റേഷ്യോ ഓഫ് 2:1. നമ്മൾക്ക് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എ ആൻഡ് ബി പാർട്ട്നേഴ്സാണ്. റേഷ്യോ 2:1. നമുക്ക് ആ ബാലൻസ് ഷീറ്റ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ ഉണ്ട്, ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ എക്സ്പെൻസസ്, ദെൻ അവരുടെ ക്യാപിറ്റൽ ബാലൻസുകൾ. അസറ്റ് സൈഡ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ബിൽഡിംഗ്. ഒരു സീനെ ഒരു പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ അവരെന്ത് ചെയ്തു? അസറ്റ് ലയബിലിറ്റി കൊണ്ട് റീവാല്യൂ ചെയ്തു. അതിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സി വിൽ ബ്രിങ് ₹1 lakh ആസ് എസ് ക്യാപിറ്റൽ. സി 1 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ടും 60,000 രൂപ അയാളുടെ ഗുഡ് വില്ല് ഷെയർ ആയിട്ടും കൊണ്ടുവരുന്നുണ്ട്. സെക്കൻഡ് പോയിൻറ്റ്, പ്ലാന്റ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ₹120. അപ്രീസിയേഷൻ മീൻസ് പ്ലാന്റിൻ്റെ വില കൂടി 120 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദ വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വിലയും 10% കൂടിയിട്ടുണ്ട്. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ ₹4,000. സ്റ്റോക്കിൻ്റെ വില 4,000 രൂപ കൂടിക്കിടക്കുകയാണ്. ഓവർ വാല്യുവേഷൻ എന്നാൽ വില കൂടിക്കിടക്കുക, അണ്ടർ വാല്യുവേഷൻ മീൻസ് വില കുറച്ചിടുക. നമ്മൾക്ക് ആൻസർ ചെയ്യുമ്പോൾ ഓവർ വാല്യുവേഷനും വേണ്ട, അണ്ടർ വാല്യുവേഷനും വേണ്ട, നമ്മൾക്ക് വില കറക്റ്റ് വിലയായിരിക്കണം. ഫോർത്ത് പോയിൻറ്റ്, പ്രൊവിഷൻ. ഡെറ്റേഴ്സിന് ഒരു 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് വെർ അൺറെക്കോർഡ് ദ എക്സ്റ്റെൻഡ് ₹1,000. ക്രെഡിറ്റർ ഒരു ₹1,000 റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് റെക്കോർഡ് റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ആഫ്റ്റർ ദി അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. നമുക്ക് റിവാലുവേഷൻ പ്രിപ്പയർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം, അതുപോലെ തന്നെ സീകൾ വന്ന ശേഷമുള്ള ഒരു പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കുട്ടികൾക്കുള്ളൊരു സംശയമാണ്, നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഏതൊക്കെ ഐറ്റംസ് എവിടേക്ക് എടുക്കും? നമ്മൾക്കൊന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾക്കിതിൻ്റെ ലയബിലിറ്റി സൈഡ് ആദ്യം ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ ഒരു 10,000 രൂപ ബിൽസ് പേയബിൾ അത് കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ ബിൽസ് പേയബിളിനെ പറ്റി എന്തെങ്കിലും ചേഞ്ചസ് പറഞ്ഞിട്ട് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബിൽസ് പേയബിളിനെ പറ്റി ചേഞ്ചസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ചേഞ്ചസ് ഒന്നുമില്ലെങ്കിൽ ഈ ബിൽസ് പേയബിൾ നേരെ നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിയുമ്പോൾ അവിടെ ലയബിലിറ്റി സൈഡിൽ ഈ സെയിം എമൗണ്ട് റെക്കോർഡ് ചെയ്യുക. ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളുടെ എമൗണ്ട് അതിനെ റിവാലുവേഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് അങ്ങനെ തന്നെ എവിടേക്ക് മാറ്റണം? പുതിയ ബാലൻസ് ഷീറ്റിലേക്ക്, ലയബിലിറ്റി സൈഡിലേക്ക് മാറ്റിയേക്കാം. സെക്കൻഡ് ഐറ്റം ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സിന് ഒരു ₹58,000 നമ്മൾക്ക് ക്രെഡിറ്റർ ഉണ്ട്. ഓൾറെഡി പഴയ ക്രെഡിറ്റർ 58,000 ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം ഈ ക്രെഡിറ്ററിന് എന്താണ് ചേഞ്ചസ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡഡ്, അതായത് 1,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ലയബിലിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ ജനറൽ എൻട്രീസ് ചോദിച്ചിട്ടുള്ള റിവാലുവേഷൻ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ റിവാലുവേഷൻ കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിതുപോലെ ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, റിട്ടേൺമെൻറ്റ് നടക്കുന്ന സമയത്ത് അസറ്റുകളും ലയബിലിറ്റികളെയും വരുന്ന വിലകളുടെ വ്യത്യാസം നോട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ബിൽസ് പേയബിളിൽ മാറ്റമൊന്നുമില്ലാത്തതുകൊണ്ട് അത് നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഐറ്റം ക്രെഡിറ്ററാണ്. ക്രെഡിറ്ററിൻ്റെ വില കൂടിയിട്ടുണ്ട്, ₹1,000 റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ ജേണൽ എൻട്രി റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രെഡിറ്റേഴ്സ് ₹1,000 ഇവിടെ നോട്ട് ചെയ്യുക. ഇതിൽ തേർഡ് ഐറ്റം ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് ആണ്. ഈ ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസിൽ 2,000 രൂപ അവിടെയുണ്ട്. ഇതിനെപ്പറ്റി അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മളിതിന് റിവാലുവേഷൻ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ എമൗണ്ട് ഡയറക്റ്റായിട്ട് പുതിയ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തേക്കാം. നെക്സ്റ്റ് ക്യാപിറ്റൽസ് ആണ്. ക്യാപിറ്റൽസ് എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പൺ ബാലൻസ് ആയിട്ട് പോകേണ്ട ഐറ്റംസ് ആണ് ഈ ക്യാപിറ്റൽസ്. അപ്പോൾ നമ്മുടെ ഈ ലയബിലിറ്റി സൈഡ് ഐറ്റംസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അതിൽ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ഈ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും റിവാലുവേഷൻ അക്കൗണ്ട് എടുക്കാൻ പാടില്ല. ഈ ഐറ്റം പോകുന്നത് പുതിയ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് മാറണം, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ഇനി അടുത്ത ഐറ്റം നോക്കുക, ഡെറ്റേഴ്സാണ്. ഡെറ്റേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് പ്രൈസ് 60,000 രൂപ. ആ ഡെറ്ററിന് എന്താണ് ചേഞ്ചസ് എന്ന് അഡ്ജസ്റ്റ്മെൻറ്റോട് വായിച്ച് നോക്കുക. ഡെറ്റേഴ്സിന് 5% പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 60,000 × 5% പറയുമ്പോൾ ഒരു ₹3,000 നമ്മൾ എന്ത് ചെയ്യണം?
പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ വരുമ്പോൾ ഡെറ്റർ അസറ്റ് കുറയും. അപ്പോൾ ജേണൽ എൻട്രി റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇവിടെ നോക്കുക, റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 3000 റുപ്പീസ്. ഡെറ്റേഴ്സ് 60,000 ഉണ്ട്, അതിൻ്റെ 5% 3000. അടുത്തത് സ്റ്റോക്ക് 40,000 ഉണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ച് നോക്കുക. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ ₹4,000 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള വില, സ്റ്റോക്കിൻ്റെ വില 40,000 അത് സ്റ്റോക്കിൻ്റെ 4,000 രൂപ വില കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഓവർ വാല്യുവേഷൻ വേണ്ട, അണ്ടർ വാല്യുവേഷൻ വേണ്ട, നമുക്ക് കറക്റ്റ് വാല്യുവേഷൻ വരണം. അവർ പറയുന്നത് 4,000 വില കൂടിക്കിടക്കുകയാണ്, നമ്മളതിന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് അസറ്റാണ്, അസറ്റ് കുറക്കണം, നമ്മൾ എന്ത് ചെയ്യണം, അതിന് ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ജേണൽ എൻട്രി വരുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് 4,000 രൂപ ചേഞ്ചോടെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് 4,000. നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സിസ്റ്റിംഗ് പ്രൈസ് 1,00,000 റുപ്പീസ്. നിങ്ങൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ച് നോക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറീസ് അപ്രീഷിയേറ്റ് ₹120. അതിൻ്റെ വില 1,20,000 നമ്മൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ 20,000 വില കൂടിയിട്ടുണ്ട്. അസറ്റ് കൂടുമ്പോൾ ജേണൽ എൻട്രി കറസ്പോണ്ടിങ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ 20,000. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി 20,000. ബിൽഡിങ്ങിൻ്റെ എക്സിസ്റ്റിംഗ് പ്രൈസ് 1,50,000 1,50,000 രൂപ. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് ബിൽഡിംഗ് ഈസ് അപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വില 10% കൂടി. ബിൽഡിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ബിൽഡിംഗ് 1,50,000 into 10% that's equal to 15,000. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള അസറ്റുകളും ലയബിലിറ്റികളും എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ചേഞ്ചസ് റെക്കോർഡ് ചെയ്തു. അതെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്തു, ചേഞ്ചസ് ഉള്ളതിൻ്റെ എല്ലാം റിവാലുവേഷൻ ട്രാൻസ്ഫർ ചെയ്തു. ചേഞ്ചസ് ഇല്ലാത്തത് അവിടെ തന്നെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് റിവാലുവേഷൻ കൊണ്ട് ബാലൻസ് ചെയ്യുക. നമുക്ക് ഈ സൈഡ് 35,000 വരുന്നുണ്ട്. അപ്പോൾ നോക്കുക, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അപ്പം ക്രെഡിറ്റ് സൈഡ് കൂടിയ പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് 27,000 കിട്ടി. അത് റിവാലുവേഷൻ പ്രോഫിറ്റാണ്. അത് ചെയ്യേണ്ടത് ഓൾഡ് പാർട്ട്നേഴ്സിന്, അഡ്മിഷൻ ആകുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. 27,000 ഇൻറ്റു ഓൾഡ് റേഷ്യോയിൽ എസ് ക്യാപിറ്റൽ 18,000, ബീസ് ക്യാപിറ്റൽ 9,000. അപ്പോൾ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുക 180, 150. അടുത്തത് പുതിയ ആൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ബൈ ബാങ്കിൽ നിന്നോ ക്യാഷിനോ എഴുതാം. 1,00,000 റുപ്പീസ് പുതിയ ആൾ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് പുതിയ ആൾ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. 60,000 രൂപ ഗുഡ് വിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ റൈറ്റാണ്, അത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. അത് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ഡിവൈഡ് ചെയ്യും. സാക്രിഫൈസ് റേഷ്യോ ചെയ്ത് കഴിയുമ്പോൾ 2:1 തന്നെ സാക്രിഫൈസിങ് റേഷ്യോ വരും. അത് 40,000 രൂപ എയ്ക്കും 20,000 രൂപ ബിക്കും കൊടുക്കാം. അപ്പോൾ 2 ഐറ്റം കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കിവിടെ റിവാലുവേഷൻ നമ്മൾ പ്രോഫിറ്റ് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണം. ഇവിടെ ഒരു ജേണൽ എൻട്രി ഉണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ റിവാലുവേഷൻ അക്കൗണ്ട് 18,000 ആൻഡ് 9,000. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. നമുക്ക് ഡിഫറൻസ് കിട്ടി 238,000, 179,000 ആൻഡ് 1,00,000 റുപ്പീസ്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് ഐറ്റംസ് എല്ലാം തന്നെ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുക, പുതിയ ആളുടെ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുക, പുതിയ ആൾ ഗുഡ് വിൽ അത് അയാളുടെ അക്കൗണ്ടിലല്ല ഇടേണ്ടത്, ഓൾഡ് പാർട്ട്നേഴ്സ് റൈറ്റ് ആണ്, അവർക്ക് ഡിവൈഡ് ചെയ്യണം സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഇത് ബാലൻസ് റെക്കോർഡ് ചെയ്യുക. അടുത്തത് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇൻക്ലൂഡിങ് സി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബിൽസ് പേബിൾ നോട്ട് ചെയ്തു. ഈ ബിൽസ് പേബിളിന് പഴയ ബാലൻസ് ഷീറ്റിൽ ആദ്യ പ്രൈസ് തന്നെ, കാരണം അതിന് വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. ക്രെഡിറ്റേഴ്സ് എടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് 58,000 രൂപയുടെ ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് 1,000 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് 59,000 ആക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ചേഞ്ചസ് ഇല്ല, സെയിം ആണ് റെക്കോർഡ് ചെയ്യുക. ക്യാപിറ്റൽസ് നോട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ക്യാപിറ്റൽ കൊണ്ട് ബാലൻസ് കിട്ടിയത് അത് നോട്ട് ചെയ്യുക. 238, 179, 1,00,000 റുപ്പീസ്. അസറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി. ക്യാഷ് അറ്റ് ബാങ്ക്, ഇതിലിപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ക്യാഷ് ബാങ്കിൻ്റെ കൂടെയോ നമ്മൾക്ക് പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റലും ഗുഡ് വില്ലും എമൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്യാഷ് ഇൻ ഹാൻഡ് 10,000 നോട്ട് ചെയ്തു. ക്യാഷ് ബാങ്ക് ബാലൻസിൻ്റെ കൂടെ അവരെന്ത് ചെയ്തു, എക്സിസ്റ്റിംഗ് ബാലൻസിൻ്റെ കൂടെ പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 1,00,000 രൂപയും അയാളുടെ 60,000 ഗുഡ് വില്ലും കൂടെ ആഡ് ചെയ്തിട്ട് 2,00,000 കൂടെ കാണിച്ചു. അടുത്ത ഡെറ്റേഴ്സാണ്. ഡെറ്റേഴ്സ് പ്രൊവിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെറ്റേഴ്സ് ലെസ് പ്രൊവിഷൻ 57,000. സ്റ്റോക്ക് 36,000. സ്റ്റോക്കിൻ്റെ
വില കുറഞ്ഞിട്ടുണ്ട്, ആ കുറഞ്ഞ വില കാണിക്കുക. ന്യൂ പ്രൈസ് കാണിക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൈസ് ഇൻക്രീസ് ചെയ്തു, സോ ന്യൂ പ്രൈസ് 1,20,000. ബിൽഡിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തു 1,65,000. പുതിയ ബാലൻസ് ഷീറ്റിൽ വരേണ്ടത് പുതിയ വിലകൾ, അതായത് നമ്മൾ റിവാലുവേഷൻ നടത്തിയിട്ട് പുതിയ പ്രൈസുകൾ വരുന്നുണ്ട്, അതെല്ലാം പുതിയ ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തത് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ നമ്മൾ അഡ്മിഷനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ പഴയ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് പങ്കും ഉണ്ടാവും. അത് നമ്മൾ വേറെ റിവാലുവേഷൻ അക്കൗണ്ടിലോ ക്യാപിറ്റൽ അക്കൗണ്ടൊന്നും എടുക്കില്ല, എടുക്കുന്നത് നമ്മുടെ പുതിയ ബാലൻസ് ഷീറ്റിലായിരിക്കും. അപ്പോൾ അത് രണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടും അവിടെ നോട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ കൂടെ പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റലും അതുപോലെ ഗുഡ് വില്ലിൻ്റെ എമൗണ്ടും ആഡ് ചെയ്യുക. അതുപോലെ ഡെക്ടേഴ്സും പ്രൊവിഷൻ മൈനസ് ചെയ്യുക. സ്റ്റോക്കിൻ്റെ എല്ലാം പുതിയ പ്രൈസ് കാണിക്കുക, മെഷീനറി പുതിയ പ്രൈസ് കാണിക്കുക, ബിൽഡിങ് പുതിയ പ്രൈസ് കാണിക്കുക. നമ്മൾ റീവാലുവേഷൻ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി വേ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ അക്കൗണ്ട് പ്രിൻസിപ്പൾ റൂളിൽ കൂടി പോവാതെ ഈസി വേ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് പോസിറ്റീവായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? അതായത് അസറ്റിൻ്റെ വില കൂടുക, അതുപോലെ ലയബിലിറ്റികൾ കുറയുക, പുതിയ അസറ്റുകൾ വരിക, അതെല്ലാം നമ്മളവിടെ റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ നോട്ട് ചെയ്യും. അതുപോലെ ബിസിനസ്സിൻ്റെ നെഗറ്റീവ്സ് ലൈക്ക് അസറ്റിൻ്റെ വില കുറയുക, പുതിയ ലയബിലിറ്റികൾ വരിക, അല്ലെങ്കിൽ എക്സസ് ലയബിലിറ്റി പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, അതിൽ ബിസിനസ് നെഗറ്റീവ്സ് ആയിട്ട് വരുന്നതെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യുക, ഈ ഡെബിറ്റ് സൈഡ് നോട്ട് ചെയ്യാം. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, അതൊരു നമ്മൾ ഈസി വേ ആണ്. പക്ഷെ നമ്മൾ അക്കൗണ്ട് പ്രിൻസിപ്പൽ റൂൾസൊക്കെ വഴി ചെയ്യുമ്പോൾ നമ്മൾ ജേർണലുകൾ അപ്ലൈ ചെയ്ത് ചെയ്യുക. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി. ദെൻ ബിൽഡിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് അറ്റാച്ച് ടു റീവാലുവേഷൻ, അതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ബിൽഡിംഗ് 15,000. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു സ്റ്റോക്ക്. പ്രൊവിഷൻ വരുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു പ്രൊവിഷൻ. പുതിയ ലയബിലിറ്റി വരുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ലയബിലിറ്റീസ് ലൈക്ക് ക്രെഡിറ്റേഴ്സ്. ഇതാണ് നമ്മൾ അക്കൗണ്ടിംഗ് മെത്തേഡിലൂടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.